നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് അവൽ ഉപയോഗിച്ചിട്ട് 2 തരത്തിലുള്ള കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ അവലാണ്, നല്ല കട്ടിയുള്ള അവലാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഏത് തരത്തിലുള്ള അവലും നിങ്ങൾക്ക് എടുക്കാം. ആദ്യം ഈ അവൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം. കട്ടിയുള്ള അവലാണെങ്കിൽ മാത്രം കുതിർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ കട്ടി കുറഞ്ഞ പേപ്പർ പോലെ ഇരിക്കുന്ന അവലാണെങ്കിൽ അത് ഒരുപാട് നേരം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കഴുകുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർത്ത് വെക്കാം. അവൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ആ അവലിൻ്റെ നിരപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കട്ടിയുള്ള അവലായതുകൊണ്ട് ഇത്രയും വെള്ളം ആവശ്യമാണ് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ. ആദ്യം നമുക്ക് മധുരമുള്ള കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര ചീകി നേരിട്ട് തന്നെ ഈ അവലിലേക്ക് ചേർത്ത് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഉരുക്കി അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു മാവ് പോലെ ആക്കിയെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയത് കാരണം നമുക്കങ്ങനെ പെട്ടെന്ന് തന്നെ മാവാക്കിയെടുക്കാൻ പറ്റും. ഇത് അവൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത അവൽ ഇതുപോലെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരം ഇല്ലാത്തതും തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മധുരമുള്ള കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ചുക്കും ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ കുറച്ചൊഴിക്കാം. എല്ലാം ഒഴിക്കേണ്ട, മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ മധുരമുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ അവൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഈ ശർക്കര പാനിയും ഏലക്കയും തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ അവലൊന്ന് കുതിർത്തെടുത്തിരിക്കുന്നത്. അവലും ശർക്കരയും എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന ശർക്കര എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ അവൽ കുതിർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ശർക്കര പാനി കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് ലൂസായിപ്പോയി ഈ മാവ്. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് തേങ്ങയും കുറച്ച് റവയും കൂടി അതിലേക്കൊന്ന് ചേർത്താൽ മതി, കറക്റ്റാകും. അതുപോലെ തന്നെ ഈ കൊഴുക്കട്ട വെന്ത് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് കുറച്ചൊന്ന് ഉറച്ചും വരും. അപ്പോൾ മാവ് ഒരിത്തിരി അയഞ്ഞിരിക്കുകയാണെങ്കിലും ഒരിത്തിരി റവയോ മറ്റോ ചേർത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ്. ഇനി നമുക്ക് മധുരമില്ലാത്ത കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഈ കടുകിനോടൊപ്പം വേണമെങ്കിൽ കടലപ്പരിപ്പ് കൂടി ചേർക്കാം, അത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ചേർക്കേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം മൂപ്പിച്ചാൽ മതി. അതിനുശേഷം ഇതെടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവലിൻ്റെ ആ മാവിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചേർത്ത് കൊടുക്കാം. ഇതാ 2 തരത്തിലുള്ള കൊഴുക്കട്ടയ്ക്കുമുള്ള മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. കൊഴുക്കട്ട എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം സമയം വേവിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതാ നമ്മുടെ അവൽ കൊണ്ടുള്ള വളരെ രുചികരമായിട്ടുള്ള അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ ചൂടോട് തന്നെ എടുക്കരുത്. ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴാണ് ഇത് ഒന്നുകൂടി ഒന്ന് ഉറച്ചു വരിക. അതുകൊണ്ട് ഇത് ആറിയതിന് ശേഷം മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാവൂ. ആറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല രുചിയും. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം.
അവല് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, അതുപോലെ വളരെ രുചികരവുമാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ വേറെ പല രീതിയിലും നമുക്ക് അവല് വെച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.